എൻ്റെ പിന്നിൽ കാണുന്ന ടോട്ടലായിട്ട് 6.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ട് നിർമ്മിച്ച പുതിയൊരു വീടാണ് കേട്ടോ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സാധാരണഗതിയിൽ ഒരു ബിൽഡറിനെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആ രീതിയിലുള്ള ശ്രദ്ധ അവർ ചെലുത്തിയിട്ടുണ്ടാവും. വീട് എന്തുകൊണ്ടാണ് വിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ കാര്യമെല്ലാം മനസ്സിലാവുകയെ. നമുക്കിതാ ഈ വീടിൻ്റെ കോമ്പൗണ്ട് നോക്കി ഇത്രയും നല്ല രീതിയിൽ മുറ്റം കിട്ടുന്നുണ്ട്. 4-5 വണ്ടികൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസും ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കലിന് സമീപം നമ്മുടെ ബയോ360 സയൻസ് പാർക്കിനൊക്കെ അടുത്താണ്. NHൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി ശാസ്താവട്ടം കഴിഞ്ഞ് ഗാന്ധി സ്മാരക റോഡിൽ വരുമ്പോഴത്തേക്കും ഭാവന ജംഗ്ഷന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഭാവന ജംഗ്ഷന് തൊട്ട് മുന്നേ തന്നെ ലെഫ്റ്റിലേക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു പ്രൈവറ്റ് റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഗേറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ആകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ബയോ360 സയൻസ് പാർക്കിൻ്റെ അവിടുത്തെ വികസനം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കേട്ടോ. ആ രീതിയിലാണ് ഇപ്പം പ്രധാനമന്ത്രി വന്നപ്പം തന്നെ പുതിയ പ്രോജക്ട്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും. മുൻവശത്തുള്ള വാതിൽ, ഫ്രണ്ടിലുള്ള ജനൽ ഇതെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ടൈലൊക്കെ നോക്കി കജാറിയുടെ ഫുൾ ഷീറ്റാണ്, അതായത് വലിയ ഷീറ്റിലുള്ള ടൈൽസാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് നമ്മുടെ ലിവിങ് ഏരിയ വരും. അവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ഡൈനിങ് സ്പേസ് വരും. ഇതുപോലെ ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇവിടെ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം ഇതുപോലുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ നോക്കിയേ ഹാഫിയിലാണ്. അതായത് ഇതെല്ലാം പ്രീമിയം ബ്രാൻഡ്സ് ആണ്. അങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ഏരിയ ഇതുപോലെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും സ്പേഷ്യസ് ആണ്. ഇതുപോലെ ഒരു കിണർ, വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പൈപ്പ് ലൈൻ കണക്ഷന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കണക്ഷൻ അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂമോട് വരുന്നുണ്ട്. അതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സാനിറ്ററി വെയർസ്, റാക്ക് സെറാമിക്സും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു കോമൺ സ്പേസ്, അവിടെ ആയിട്ടൊരു കോമൺ സ്പേസ് കിട്ടും. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാം. മേളത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം എല്ലാം വന്നിട്ട് നമ്മൾ താഴെ കാണിച്ചതുപോലെ സിമിലർ രീതിയിൽ തന്നെയാണ്, സെയിം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് റാക്ക് സെറാമിക്സിൻ്റെ സാനിറ്ററി വെയർസും ജാഗ്വാറിൻ്റെ പൈപ്പ് ഫിറ്റിങ്സും തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 2 റൂമുകളിലും ഇതുപോലെ ഡ്രസ്സിങ് ഏരിയ പോലെ നമുക്കൊരു ചെറിയൊരു സ്പേസ് കാണാൻ സാധിക്കും. അവിടെ ഒരു കബോർഡോ അല്ലെങ്കിൽ ഡ്രസ്സിങ് ടേബിളോ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ടൈൽസ് എല്ലാം വന്നിട്ട് കജേറിയുടെ ഫുൾ ഷീറ്റാണ് കേട്ടോ, വലിയ ഷീറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. ഇവിടെയായിട്ട് സാധാരണഗതിയിൽ നമുക്കൊരു ഓപ്പൺ ടെറസ് ആകുന്ന ഭാഗത്തും ഒരു റൂമാക്കിയാണ് എടുത്തിട്ടുള്ളത്. ബെഡ്റൂമായിട്ടോ സ്റ്റോർ റൂമായിട്ടോ ഏത് രീതിയിലും പ്രയോജനപ്പെടുത്താവുന്ന റൂമാണ്. അവിടെ നിന്ന് നമ്മുടെ ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഇവിടെ നിന്നാണ് ടെറസിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം. ഇവിടെ മാത്രമല്ല, താഴെയും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബാൽക്കണി സ്പേസും നമ്മുടെ ഈ വീടിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കിയാൽ ഇതുപോലെ ചെറുതായിട്ടൊരു 2 വരി കല്ല് വെച്ചതിന് ശേഷം അതിന് മേളിലേക്കാണ് റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൊച്ചു പിള്ളേർക്കാണെങ്കിൽ സേഫായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കും. ഇവിടെ വന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീടുകളിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പലരും ഇങ്ങനെ വാങ്ങിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ ഓരോരുത്തരായിട്ട് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. മുന്നേ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ ഡോക്ടറാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കിംസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ദുബായിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഇതുപോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടെന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർ കുറേ കൂടെ അതിനകത്തേക്ക് ഒരു ഇൻപുട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുള്ളൂ. എങ്ങനെയാ വെച്ചാൽ ഇന്ന് ഇങ്ങനെ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 60 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടുള്ള കോസ്റ്റ് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില തന്നെ പെർ സെൻറ്റ് ഏകദേശം 6 ലക്ഷം രൂപയുടെ അടുത്തുള്ള വില ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കണക്കാക്കുമ്പോഴത്തേക്കും നമുക്ക് 6.5 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. അതിന് തന്നെ നമുക്ക് ഏകദേശം 39 ലക്ഷം രൂപയായി. പക്ഷേ വീടിനും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.